ഹേ ഗുഡ് ഈവനിങ് ഗൈസ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡായിട്ട് തന്നെ ചെറിയ ഗ്രോസറി റീസെറ്റിങ്ങും അതുപോലെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹേ ഗൈസ്, അങ്ങനെ ലോങ് ഇതിന് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പോയതൊരു ചട്ടി മേടിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ ചട്ടിയൊക്കെ മേടിച്ചു വന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ചായ കുടിക്കാനൊന്ന് കയറി. ഹേ വിമൽകുമാർ, എന്തിനാണ് വന്നിരിക്കുന്നത് ഇവിടെ? പപ്സ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പപ്സ്, ഞങ്ങളിപ്പോൾ പപ്സ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ജാം റോള് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പിന്നൊരു സാധനം കൂടി വന്നിട്ടുണ്ടല്ലോ, ബർഗർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്റ്റർ വിമൽകുമാറിന് എപ്പോഴും ഒരു ചായ ചെറുതായിട്ട് എന്തെങ്കിലും കടികളൊക്കെ ഒന്ന് കടിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ വിമൽകുമാർ കടിക്കാൻ കയറിയതാണ്. ഓക്കെ ഗൈസ്, വന്നു. അപ്പോൾ പപ്സ് ഞാൻ പറഞ്ഞത് ജാം റോളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാനൊരു ക്യൂരിയോസിറ്റി. ഇത് മറ്റേ വാൻചോ കേക്ക് പോലത്തെ ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കഴിക്കാം. വിമൽകുമാർ കോളിലാണ്. അപ്പോൾ ഈ വിമൽകുമാറിന് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു വഴി കണ്ടാൽ അതിൽ കൂടെ എടുത്ത് പോകണ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ മിസ്റ്റർ വിമൽകുമാർ ഏതോ വഴി കൂടെ തന്നെ കൊണ്ടുപോവാണ്. ബട്ട് ഇറ്റ്സ് നൈസ്. കാരണം കൊച്ചിയിൽ നിന്ന് തന്നെ കുറച്ചും കൂടി മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കണേ. അധികം തിരക്കൊന്നും ഇല്ലാത്ത, എന്നാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരു ഫീലുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ അടുത്ത് അത്യാവശ്യം നല്ലൊരു നാട് മൂടുള്ള ഒരു സ്ഥലം, വളരെ അപൂർവമാണ്. കണ്ടോ ഗൈസ്, നല്ല രസമുണ്ട്. ഇവിടെ മഴ പെയ്തതിന് ശേഷം നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു റൈഡ് പോവാൻ നല്ല അടിപൊളിയാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും എവിടേക്കോ ഏതോ ഒരറ്റത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇതിലേക്ക് കൂടെ പോകാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള, നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ നല്ല ഭംഗിയുള്ള വീടുകൾ, കുറച്ചും കൂടി തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ടൗണിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത്തിരി ടെമ്പറേച്ചർ കൂടുന്നതായിട്ട്, ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഭയങ്കര, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങോട്ട്, കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ട് കുറച്ചും കൂടി തണുപ്പാണ്. കാണുന്ന ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ അവിടെ നിന്ന് മാറി ആണ് ഇപ്പോൾ ഈ സ്ഥലം. കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല സ്ഥലം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് എത്തി. ഇനി നമുക്ക് അടുത്ത പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യും. ഹായ് ഗൈസ്, അങ്ങനെ മിസ്റ്റർ വിമൽകുമാറും ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങളിങ്ങനത്തെ കുറച്ച് ടിന്ന് വീട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തു. വി ഓൾ അലൗഡ് ടിന്നുകളുമായി നിൽക്കുന്ന വിമലേഷ്. നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് വീക്കെൻഡായതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ റീസെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഈ ടിന്നിലേക്ക് ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മേടിക്കാൻ പോയത് ഈ മൺചട്ടിയാണ്.
നമ്മുടെ വീട്ടിൽ മുട്ടപ്പത്തിരി ഒക്കെ ഉണ്ടാക്കണ മൺചട്ടി. അപ്പോൾ പത്തിരി, കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കും നമ്മള് സാധാരണ വീട്ടില്. പ്രസ്പത്തിരി അല്ല, കൈപ്പത്തിരി ഉണ്ടാക്കില്ലേ. അപ്പൊ ആ കൈപ്പത്തിരി ചുടാ സാധാരണ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ പാനിൽ ചുടുമ്പോൾ എനിക്ക് ആ ഒരു ഗുമ്മ് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മുട്ടപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു, കുറെ നാളായിട്ട് വിചാരിക്കണതാണ് ഈ ചട്ടി മേടിക്കണം. അങ്ങനെ നമ്മൾ ചട്ടി മേടിച്ചിരിക്കുകയാണ് ഗൈസ്. ചട്ടിക്ക് മൂടിയുണ്ട്, ചട്ടിയും ഉണ്ട്. അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് നാളെ മുട്ടപ്പത്തിരി ആക്കാം. പിന്നെ വേറൊരു ചട്ടിയും കൂടിയും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതാണ് ഇത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ മീൻ കറി വെക്കുന്ന ചട്ടിയിൽ വേറെ കറികളൊന്നും വെക്കാൻ പാടില്ല. അപ്പൊ ഈ മോര് കറി അങ്ങനത്തെ വേറെ കറികളൊന്നും വെക്കാൻ പാടില്ല എന്നാണ് മമ്മിജിക്ക ഉപദേശിച്ചേ. അതുകൊണ്ട് തന്നെ വേറൊരു ചട്ടി മേടിക്കാന്ന് വെച്ചു. നല്ല ഭംഗിയില്ലേ, നല്ല ചട്ടിയായിട്ട് എനിക്ക് തോന്നി. കുഞ്ഞി നമുക്ക് തൃശ്ശൂരാര് മറ്റേ മുട്ട മാങ്ങാക്കറി, അതുപോലെ തന്നെ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കില്ലേ, കോവയ്ക്ക മീൻ കറി, അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചട്ടിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ 2 ചട്ടി നമ്മൾ ഇവിടെ പോയിട്ട് മേടിച്ചു. അപ്പൊ ഗായ്സ്, നമുക്ക് റീസെറ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ തന്നെ ചെയ്തില്ല എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മടിയായിരിക്കും. അപ്പൊ നമുക്ക് വേഗം അടുത്തത് മേടിച്ചത് ഒരു ഓയിൽ ഒഴിക്കാനുള്ള. ഞങ്ങളിവിടെ ചില്ലുകുപ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് ചില നേരത്തെ കയ്യിൽ നിന്നൊക്കെ സ്ലിപ്പ് ആകുമ്പോൾ ചെറിയൊരു മിനി ഹാർട്ട് അറ്റാക്ക് വരും എനിക്ക്. പിന്നെ ചില്ലറ ബുക്ക് സാമാണ്ടികളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ സുനാം. പിന്നെ കോഫിയും ടീ ഒന്നും കുടിക്കില്ലെങ്കിലും ഈ മഗ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മഗല്ലേ, ചൂടുവെള്ളം തിളപ്പിച്ച് കുടിക്കാനായാലും ഇത്തിരി സ്റ്റൈലായിട്ടൊക്കെ ഇങ്ങനെ കുടിക്കാൻ, അതിന് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് ഗൈസ്. പിന്നെ ഈ 2 ടീം അത് നമ്മുടെ ചേട്ടനനിയന്മാർക്കുള്ളതാണ്. ആരാണ് ആ ചേട്ടനനിയന്മാർ? കമാൺ. അരിപ്പൊടി, ഗോതമ്പ് പൊടി. അരിപ്പൊടി ചേട്ടനും ഗോതമ്പ് പൊടി അനിയനുമാണ്. പിന്നെ അവർക്ക് സഹോദരങ്ങളൊക്കെ വേറെ ഉണ്ട്, മൈദ റാഗി ടീമുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് നമ്മൾ 2 ടീംസിനെയാണ് പറയുന്നത്. ആരാണ്? അരിപ്പൊടി ആൻഡ് ഗോതമ്പ് പൊടി. അപ്പോൾ അത് ഇട്ടേക്കാനുള്ളതാണ്. സാധാരണ ഞങ്ങൾ ഇത്രയും വലിയ ഇതില് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കാറില്ല. ഞങ്ങൾ 1 കിലോ 2 കിലോ ഒക്കെ മേടിക്കാൻ ആകെ 2 ആളല്ലേ ഉള്ളൂ. പക്ഷെ ഇത്തവണ എൻ്റെ ചേട്ടൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ 5 കിലോൻ്റെ ആയിട്ട് ഇങ്ങനെ മേടിച്ചു കൊണ്ടുവന്നു. കുറേ സാധനങ്ങൾ ചേട്ടൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എറണാകുളത്ത് കുറച്ചും കൂടി നാട്ടിലെ വെച്ച് തൃശ്ശൂർ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചതാണിത്. നാട്ടിൽ നിന്ന് ലുലുന്ന് മേടിച്ചതാണ്. അപ്പോൾ വൈമാളിയിൽ നിന്ന് മേടിച്ചതാണ്. സോ അവിടെ അത്യാവശ്യം നല്ല വില കുറവുണ്ട് ഗൈസ്. അത് നമുക്ക് ഇപ്പോൾ വെയിറ്റ് വൈസ് ആയാലും എന്ത് വൈസ് ആയാലും നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു അങ്ങനത്തെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വിലയാവും എന്നുള്ളത്. അവിടെ ഭയങ്കര തിരക്കും കാണാറുണ്ട്. പക്ഷെ അത് പൊട്ടത്തരായിരുന്നു. അവിടെയായിരുന്നു കുറച്ചും കൂടിയും ഓഫറും കാശ് ലാഭം. അറിയില്ല, ആരും പറഞ്ഞില്ല. അപ്പൊ നമുക്കിതൊക്കെ റീസെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ചേട്ടനെ റെഡിയാക്കി. ഇനി അടുത്തത് നമുക്ക് അനിയനെ പിടിക്കാം. അനിയൻകുട്ടനെ നമുക്ക് പിങ്കിയിൽ നിറയ്ക്കാം. പിങ്കി ഡൗങ്കി. ഇത് മിസ്റ്റർ വിമൽകുമാർ പൊതിച്ചിട്ടുണ്ട്. വിമൽകുമാർ ഇടും. ഇത് വിമൽകുമാർ ഇട്ടോളൂ. കാരണം എനിക്കത് ഇടാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല ഗൈസ്. സോ മിസ്റ്റർ വിമൽകുമാറാണ് ഇടുന്നത്. അതിനെ കഞ്ഞിപ്പയർ എന്നൊക്കെ പറയും. കഞ്ഞിപ്പയർ, ചെറുപയർ എന്നൊക്കെ പറയും. അപ്പോൾ ചെറുപയർ കറക്റ്റായിട്ട് കൊണ്ടു. പരിപ്പ് കുറച്ച് ബാക്കിയുണ്ട് ഗൈസ്, അതിൽ കൊണ്ടില്ല. ഇത് നമുക്ക് മടക്കി എടുത്ത് വെക്കാം. അടുത്തത് ആവശ്യം വരുമ്പോൾ എടുക്കാം. ഇനി അടുത്തതും കിടാലയും പരിപ്പും മുതിരയുണ്ട്. മുതിര നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഗൈസ്? പുട്ടും മുതിരയൊക്കെ വയ്ക്കും നമ്മൾ. മുതിര ഉപ്പേരി വയ്ക്കും. കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം മുതിര. അതാണ് അറിയില്ല. ആണോ?
അറിയില്ല, ഏട്ടനറിയില്ല. കടലുണ്ട്, കടല ഇട്ട് വയ്ക്കാം അല്ലേ? നാരായണത്തോളൊക്കെ വയ്ക്കാം. കടലയ്ക്ക് അങ്ങനെ വലിയ കളർ വ്യത്യാസമൊന്നുമില്ല. അപ്പം വേറെ എല്ലാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതെ സെയിം കളർ തന്നെയാണ്. അപ്പം നമുക്ക് ഇട്ട് വയ്ക്കാം. യെസ്, അതും ബാക്കിയുണ്ട്, അതും മടക്കിയെടുത്ത് വയ്ക്കണം. അപ്പോൾ മട്ടന് പയറും പരിപ്പും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ചായപ്പൊടി എന്തിനാണ് ഇത്രയും ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ചായ കുടിക്കുന്ന ആളല്ല. ഐ എം നോട്ട് എ ടീ ഓർ കോഫി പേഴ്സൺ. പക്ഷേ മിസ്റ്റർ വിമൽകുമാർ ചായ കുടിക്കുന്ന ആളാണ്. വീട്ടിൽ ഒട്ടിക്കുകയാണ് ഇതിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലോ സാമ്പാർ പൊടിക്ക് പകരം ഞാൻ ചിക്കൻ മസാല ഇട്ടാലോ? ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനത്തെയൊക്കെ സ്വഭാവം ഉണ്ട്. ഇതിലേക്ക് ഇത് കയറ്റാം. ഇതിനൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ആവശ്യം വരുമ്പോൾ എല്ലാവരും എടുക്കാം. ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം. ഞാൻ വൈകുന്നേരം ചുരുന്ന ഒരു നല്ല കുട്ടിയാണ്. നല്ലതാണ്, അതൊരു നല്ല ശീലമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു നല്ല ശീലമാണ്. എനിക്കൊരു സമാധാനം കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. കുറച്ച് സമയമെടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ഫ്രഷായി അതൊക്കെ ചെയ്ത് പിന്നെ എനിക്കൊരു സെക്ഷൻ എടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഈ ഗ്രോസറി റീസെറ്റിങ് കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അടിയിൽ കോമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാൾ താമസം തുടങ്ങി ഓരോന്നിങ്ങനെ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും, ബെറ്റർ ആക്കുക എന്നുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ എനിക്ക് അതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് കാണാം, ആസ്വദിക്കാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നല്ലൊന്ന് ചെയ്തോ, ആഗ്രഹമൊക്കെ ചെയ്തോ. ഓക്കെ, ബൈ ഗൈസ്, ബൈ ബൈ.